ഇങ്ങനെ ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. ഒരു പ്രീഷ്യസ് മൂമെൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഒരു കരച്ചിൽ, അത് അത് ആ കരച്ചിലെന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും എനിക്ക് കരച്ചിൽ വരും. കാരണം ഇത്രയും പെയിൻഫുള്ളായിട്ടുള്ളൊരു, നമ്മളോട് അഡ്മിറ്റായി കഴിഞ്ഞ ടൈമിൽ നമുക്ക് ഗ്രോത്ത് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രോത്ത് സ്കാനിങ് ചെയ്ത ടൈമിൽ 36 വീക്കാണ് എനിക്ക് ആയിട്ടുള്ളത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയ ടൈമിൽ. പക്ഷേ ഗ്രോത്ത് സ്കാനിങ് ചെയ്തപ്പോൾ 34 വീക്ക് ആയിട്ടുള്ളൂ. അപ്പോൾ 2 ആഴ്ചത്തെ വ്യത്യാസമുണ്ട്. ഡോക്ടർ പറഞ്ഞു ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇനിയും പ്രഗ്നൻസി മുന്നോട്ട് പോകും, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ തന്നെ അഡ്മിറ്റായിട്ട് നിൽക്കുക. നിങ്ങളിപ്പോൾ വീട്ടിൽ പോയിട്ട് വരുവാണെങ്കിൽ അത് കുറച്ചും കൂടെ റിസ്ക് ആയിരിക്കും, പെട്ടെന്ന് എന്തെങ്കിലും BP കൂടുക എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളവിടെ അഡ്മിറ്റായി ഒരു ഞാൻ പറയാം ഒരു 2-3 ആഴ്ചയ്ക്ക് ശേഷമാണ് എൻ്റെ ഡെലിവറി നടന്നത്. ഓൾമോസ്റ്റ് ഞങ്ങൾ അന്ന് ആ പോയ ദിവസം മുതൽ ഒരു 30 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ, ഒരു 30-31 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് വന്നത് തന്നെ. ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് ഡെലിവറി കഴിഞ്ഞിട്ടും എനിക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ വന്നായിരുന്നു. അതൊക്കെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇതിപ്പോൾ ഒരുപാട് ലോങ് ആകുന്നുണ്ട് ഇപ്പം തന്നെ. അങ്ങനെ നമ്മളെ ഡെലിവറിക്ക് വേണ്ടി നമ്മളവിടെ അഡ്മിറ്റാക്കി. നമ്മളെന്നും വന്ന് ഡോക്ടേഴ്സും അതുപോലെ നഴ്സസും ഒക്കെ വന്ന് നമ്മളെ കാണുകയും നമ്മുടെ BP ചെക്ക് ചെയ്യും, മോണിറ്റർ ചെയ്യുകയും പിന്നെ എന്നും ആൽബമിന് യൂറിനകത്ത് വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ടെസ്റ്റും കാര്യങ്ങളും ബ്ലഡ് ടെസ്റ്റും എല്ലാ കാര്യങ്ങളും വിടുന്നുണ്ടായിരുന്നു നമ്മൾ അഡ്മിറ്റായ ടൈമിൽ. അങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് ആൽബമിനെങ്ങാനും യൂറിനകത്ത് പോസിറ്റീവ് ആവുകയാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ നമ്മൾ ഡെലിവറിക്ക് നോക്കുമെന്നും പറഞ്ഞു. അങ്ങനെ 2-3 ആഴ്ചയ്ക്ക് 37 വീക്ക് ആയതിന് ശേഷം നമുക്ക് ഡെലിവറി ഡേറ്റ് ഡോക്ടർ തന്നു. അതായത് ഒക്ടോബർ 9-ാം തീയതിയാണ് നമുക്ക് ഡേറ്റ് തന്നത്. അങ്ങനെ ഈ ഒക്ടോബർ 8-ാം തീയതി രാത്രി അവർ വന്ന് നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്ത് നമ്മളൊരു ഓപ്പറേഷന് വേണ്ടി കൂടെ റെഡി ആക്കുമല്ലോ. നമുക്ക് നോർമൽ ഡെലിവറിക്ക് വേണ്ടി അവർ ശ്രമിച്ചാലും ഓപ്പറേഷന് പെട്ടെന്ന് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വരുവാണെങ്കിൽ അപ്പോൾ അതിന് വേണ്ടി എല്ലാവരും ക്ലീൻ ആക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്തു. അങ്ങനെ ഈ 9-ാം തീയതി വെളുപ്പിനെ വന്ന് എനിക്ക് എനിമയൊക്കെ തന്നിട്ട് അവർ പോയി. അങ്ങനെയാണല്ലോ പറയുന്നത്, അതൊക്കെ തന്നിട്ട് പോയി. അങ്ങനെ ബാത്റൂമിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 5 മണിയൊക്കെ ആയ ടൈമിൽ നമ്മുടെ ഫയലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ലേബർ റൂമിലോട്ട് പോയതിന് ശേഷം അവർ മരുന്നും കാര്യങ്ങളൊക്കെ ഇട്ടു. അതുപോലെ തന്നെ ഡോക്ടേഴ്സൊക്കെ വന്ന് PV ഒക്കെ ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം മരുന്നൊക്കെ ഇട്ടിട്ടും യാതൊരുവിധ വേദനകളോ അങ്ങനെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എനിക്ക് 37 വീക്കാണ്. എനിക്ക് എൻ്റെ ജേണി കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ. 40 വീക്സിലല്ലേ ഒരാൾ നോർമൽ ഡെലിവറിക്ക് വേണ്ടല്ലേ, 39 വീക്കിലല്ലേ ഒരു നോർമൽ ഡെലിവറിക്ക് വേണ്ടി സാധ്യതയുള്ളൂ. എനിക്ക് നോർമൽ ഡെലിവറിക്ക് വേണ്ടി സാധ്യത ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഒരു പരമാവധി കാര്യങ്ങൾ ചെയ്തു. ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് PV ചെക്ക് ചെയ്തു, അതുപോലെ തന്നെ ട്രിപ്പും കാര്യങ്ങളും ഒക്കെ ഇട്ടു. എന്നിട്ടൊന്നും യാതൊരുവിധ വേദനകളും എനിക്ക് വന്നില്ല. പക്ഷേ എൻ്റെ കൂടെയൊക്കെ ഒരു 5-6 പേരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കൊക്കെ വേദനയും കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെ കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ, എനിക്കിതൊക്കെ കാണുമ്പോൾ ഒന്നുകൂടെ ടെൻഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് വേദനയൊന്നും വരുന്നില്ല. ഞാൻ ആ ലേബർ റൂമിൽ കയറിയ ടൈമിൽ അപ്പുറത്തൊക്കെ ഒരുപാട് പേര് പ്രസവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പുറത്തെ റൂമിലോട്ട് അവരെ ഷിഫ്റ്റ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വേറെയുള്ള ഡോക്ടർമാരാണ് നമ്മളത് PV ഒക്കെ ചെക്ക് ചെയ്യുന്നത്, രാവിലെ ഡ്യൂട്ടിക്കുള്ള ഡോക്ടർമാർ. അപ്പോൾ എൻ്റെ ഡോക്ടർ വന്ന ടൈമിൽ 2 വട്ടം വന്ന് എന്നെ PV ചെയ്ത് നോക്കിയിട്ടും യാതൊരുവിധ വികസനവും ഇല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ എൻ്റെ പേരൻസിനോട് പറഞ്ഞു ഇതുപോലെ യാതൊരുവിധ അശ്വതിക്കോ യാതൊരുവിധ വേദനയോ അതുപോലെ തന്നെ ഒട്ടും വികസനം ഇല്ല. ഇനിയിപ്പോൾ 2 ദിവസം ആയിക്കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ ആയിരിക്കും. വേണമെങ്കിൽ നമുക്ക് നാളെ വരെ വെയിറ്റ് ചെയ്യാം, ചിലപ്പോൾ നാളെ ഇങ്ങനെ തന്നെ ആകാം. ഒന്നാമത് ആൾക്ക് BP ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഒത്തിരി കുഞ്ഞിനെ അങ്ങോട്ട് ടെൻഷൻ അടുപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിന് ഉദ്ദേശിച്ച് ഞാനാണ്. അങ്ങനെ ഡോക്ടർ അത്രയ്ക്ക് നല്ലൊരു പാവം ഡോക്ടറാണ്. എനിക്കിപ്പോഴും ഡോക്ടറോട് നല്ല കടപ്പാടും എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഡോക്ടറാണ് ഡോക്ടർ. ഇപ്പോഴും ഞാനിപ്പോൾ എന്നിങ്ങനെ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ ആ കരങ്ങളിലൂടെ ഞാൻ വന്നതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കിനി C-സെക്ഷൻ ചെയ്യാം. ഒത്തിരി വൈകിക്കഴിഞ്ഞാൽ BP കൂടുകയോ കുറയോ. ഇപ്പം BP കുറഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് കുറേ കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ BP ഒക്കെ കൂടാൻ സാധ്യതയുണ്ട്. കാരണം അങ്ങനെ C-സെക്ഷന് വേണ്ടി എന്നെ റെഡിയാക്കി.
അവരൊന്ന് യൂറിൻ ട്യൂബും കാര്യങ്ങളും ഒക്കെ ഇട്ടു. അതിനുശേഷം ഒരു 10-15 മിനിറ്റിനുള്ളിൽ പ്രൊസീജിയേഴ്സൊക്കെ അവർ കംപ്ലീറ്റ് ആക്കി അമ്മയും കൊണ്ടും ചേട്ടനെ കൊണ്ടും ഒക്കെ ഒപ്പിടിപ്പിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം നമ്മളെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോയി. അതിന് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി ഒരു എന്താ പറയുക, ഒരു 10-20 മിനിറ്റൊക്കെ കഴിഞ്ഞ് അവിടെ നമ്മളെ കൊണ്ടുപോയി. ലിഫ്റ്റ് വഴിയൊക്കെ കൊണ്ടുപോയത്. അങ്ങനെ ചെന്ന് അവിടെ അനസ്തേഷ്യ തന്നു. അനസ്തേഷ്യ ആദ്യമേ കുറച്ച് പാടായിരുന്നു. അവർ കുറേ നേരം ട്രൈ ചെയ്തിട്ടൊന്നും അനസ്തേഷ്യ വർക്ക് അങ്ങോട്ട് കയറുന്നില്ല, സൂചി കയറുന്നില്ല. അപ്പം എന്നോട് ഈ ഡോക്ടർ പറയാണ്, ഭയങ്കര ചെറിയ സൂചി കൊണ്ടാണ് നമ്മളാണെങ്കിൽ കുത്തുന്നത് കേട്ടോ, അശ്വതിക്ക് ഒട്ടും വേദനയൊന്നും എടുക്കത്തില്ല. ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് അനസ്തേഷ്യ ഡോക്ടർ നമുക്ക് അനസ്തേഷ്യ തരുന്നത്. അങ്ങനെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ഹസ്ബൻഡിന് എന്തോ ജോലി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ എന്താ പറയുക, നമ്മളൊരു ഇൻവോൾവ് ആക്കി നമുക്ക് സാഡൊന്നും അടിക്കാത്ത രീതിയിൽ നമ്മളെ ഇങ്ങനെ ഒന്ന് ഓക്കെ ആക്കി വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് അവരെനിക്ക് അനസ്തേഷ്യൊക്കെ തന്നു. അനസ്തേഷ്യൊക്കെ തന്നതിന് ശേഷം എല്ലായിടവും ഒന്ന് ബോഡിയിൽ ഫുള്ളായി മരുന്ന് കയറിയതിന് ശേഷം ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതല്ലോ. അങ്ങനെ നമ്മുടെ ഓപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ടൈമിൽ ഇങ്ങനെ ഒരു കർട്ടൻ പോലത്തെ എൻ്റെ ഒരു സാധനം, കർട്ടനല്ല എന്തോ ഒരു തുണി കൊണ്ടുവന്ന് ഇങ്ങനെ അപ്പുറത്ത് കിടക്കുന്ന കാര്യങ്ങൾ കാണാതിരിക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ അവർ വെക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ വെച്ചിട്ടങ്ങ് പോയെന്നല്ലോ, വെച്ചിട്ട് എന്തുവാ അവർ ഓപ്പറേഷൻ ചെയ്യുവാണ്. അപ്പം ഡോക്ടർമാർ തമ്മിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് കേൾക്കാം. ഒരു പകുതി ബോധമേ ഉള്ളൂ. ജനറൽ അനസ്തേഷ്യയാണ് തന്നത്. അപ്പോൾ പകുതി ബോധം ഉണ്ട് അപ്പുറത്തെന്തോ നടക്കുന്നത്. അവർ രണ്ടുപേരും എന്തൊക്കെയോ കഥകളൊക്കെ പറഞ്ഞിട്ടാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. പക്ഷെ നമുക്കതൊന്നും അല്ലല്ലോ, നമുക്ക് ഇതിൻ്റെ മയക്കത്തിലൊക്കെ കിളി പോയതുപോലെ എന്തൊക്കെയോ ഒരു ബോധമുണ്ട്. പക്ഷെ ചുറ്റും നടക്കുന്നതൊക്കെ അറിയാം, പക്ഷെ എന്തോ ഒരു കുഴപ്പമുള്ളതുപോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. ഒരു പ്രീഷ്യസ് മൂമെൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഒരു കരച്ചിൽ, അത് ആ കരച്ചിലെന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും എനിക്ക് കരച്ചിൽ വരും. കാരണം ഇത്രയും പെയിൻഫുള്ളായിട്ടുള്ളൊരു ജേണിയായിരുന്നു. കാരണം ഈ BP കാരണം എൻ്റെ കുഞ്ഞിനെ അത് അഫക്റ്റ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഈ ഗുളിക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കരച്ചിൽ വരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ കുഞ്ഞിനൊന്നും പറ്റാതെ ഓക്കെ ആയിട്ട് അവൻ്റെ ഒരു കരച്ചിൽ കേട്ടപ്പോൾ ചുറ്റുമുള്ളതെല്ലാം ഒരു സെക്കൻഡത്തേക്ക് നിന്ന് പോയതുപോലായിരുന്നു കരച്ചിൽ വരുന്നത്. ഒരു മിനിറ്റ്, എനിക്കിപ്പം ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ആ ഒരു വിഷമത്തിൽ ആ ടൈമിൽ കുഞ്ഞിൻ്റെ കരച്ചിലിങ്ങനെ കേട്ടപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ട്, അശ്വതി മോളെ കുഞ്ഞ് കരഞ്ഞു, ആൺകുഞ്ഞാണ്. എൻ്റെ അടുത്തോട്ട് ഇങ്ങനെ അവനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഉമ്മ കൊടുപ്പിക്കാൻ വേണ്ടി ഡോക്ടർ ഇങ്ങനെ കൊണ്ടുവന്നു. അങ്ങനെ നമ്മൾ ഉമ്മ കൊടുത്തിട്ട് ഡോക്ടർ അപ്പം തന്നെ പറഞ്ഞു കുഞ്ഞിനെ കൊണ്ടുപോവാണ്, പേരൻസിനെയൊക്കെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി. അപ്പോൾ ക്ലീനിക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു. എന്താ തയ്യലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എന്നെയും ഇങ്ങനെ അവരെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി. എൻ്റെ പേരൻസിനെ കാര്യങ്ങളൊക്കെ കാണിച്ചതിന് ശേഷം എന്നെ ഒബ്സർവേഷൻ റൂമിലോട്ട് കൊണ്ടുപോയി. അപ്പം ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഇനി ഒരുപാട് സ്റ്റോറിയുണ്ട്. ഡെലിവറി കഴിഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എല്ലാം പറയുന്നതായിരിക്കും. എനിക്ക് കുറച്ച് ഇമോഷണലായി. കാരണം വെച്ചാൽ കുഞ്ഞിൻ്റെ കാര്യം കാരണം എൻ്റെ ഇത്രയും ത്രൂഔട്ട് ജേണിയിൽ അവൻ ഒരുപാട് BP-യുടെ ടാബ്ലറ്റ്സ് ഞാൻ കഴിക്കുന്നതിലൂടെ അത് അവനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങൾ കൊണ്ടൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് പലപ്പോഴും, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോ, ഇത്രയും ഗുളിക കഴിച്ചാൽ അങ്ങനെ ഒരുപാട് കുഞ്ഞിൻ്റെ വെയിറ്റ് കുറയുകയോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു എൻ്റെ ഈ ജേണിയിൽ. എനിക്ക് സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അങ്ങനെ ഇതിൻ്റെ ബാക്കി ഒരുപാട് കഥകളുണ്ട്. അത് നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ കാര്യം ഇപ്പോൾ കുഞ്ഞ് ഉണർന്നിട്ടുണ്ട്. അപ്പം അവൻ ഉറങ്ങിയ ടൈമിലാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.